ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഇ.ഡി. റെയ്ഡിൽ നിർണായക കണ്ടെത്തലുകൾ. 1.3 കോടി വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചെന്ന് ഇ.ഡി. കേസിലെ പ്രധാന പ്രതികളുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. ഇന്നലെ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് നടപടി. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തെന്നും ഇ.ഡി. അറിയിച്ചു. സ്വർണ്ണ കട്ടികളാണ് കണ്ടെത്തിയത്. സ്വർണം ചെമ്പാക്കിയ രേഖയും റെയ്ഡിൽ കണ്ടെത്തിയെന്ന് ഇ.ഡി. അറിയിക്കുന്നു. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പരാതിയുമായി നടി ഗായത്രി അരുൺ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണമടച്ച 300-ലധികം വിദ്യാർത്ഥികൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും തന്റെ ചിത്രമാണ് സ്ഥാപനം മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്നതെന്നും ഗായത്രി അരുൺ പറഞ്ഞു. ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് നടി വിദ്യാഭ്യാസ തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പ് നൽകിയത്. പറ്റിക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഉടൻ തന്നെ നിയമപരമായി മുന്നോട്ടു പോകണമെന്നും തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഗായത്രി അരുൺ പറഞ്ഞു. സ്ഥാപനത്തിന്റെ പേര് വെളിപ്പെടുത്താതെയാണ് നടി ഇക്കാര്യം പറഞ്ഞത്. അനുവാദമില്ലാതെ തന്റെ ചിത്രം ഉപയോഗിച്ചതിന് സ്ഥാപനത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. കുർബാന തർക്കത്തിൽ എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയ്ക്ക് പോലീസ് സംരക്ഷണം തേടി മാർ ജോസഫ് പൊമ്പ്ലാനി ഹൈക്കോടതിയിൽ. സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായാണ് ഒരു വിഭാഗം ബസലിക്കയിൽ തുടരുന്നതെന്നും അതിക്രമിച്ച് കയറിയവരെ പുറത്താക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നുമാണ് ഹർജിയിൽ പറയുന്നത്. പോലീസ് നിലപാട് ഏകപക്ഷീയവും മറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനുമാണ്. പോലീസിന്റെ നിഷ്ക്രിയത്വം സഭയുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നു. ബസിലെ ലൈംഗിക അതിക്രമണ ആരോപണത്തിന് പിന്നാലെ യുവാവ് ആത്മഹത്യ ചെയ്ത കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിത മുസ്തഫ പിടിയിൽ. വടകരയിലെ ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് യുവതിയെ പിടികൂടിയത്. ദീപകിന്റെ മാതാപിതാക്കളുടെ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഷിംജിത എവിടെ എന്നതിനെക്കുറിച്ച് പോലീസിന് കൃത്യമായ സൂചനകൾ ലഭിച്ചിരുന്നില്ല. പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തൃശൂരിൽ ബി.ജെ.പി. വോട്ടർ പട്ടികയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ യു.ഡി.എഫ്. കൺവീനർ അടൂർ പ്രകാശും വന്നിരുന്നതായി അയൽവാസി വിക്രമൻ നായർ. അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ടെന്ന് വിക്രമൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. കോൺഗ്രസ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണനും OS അംബിക MLA-യും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വന്നിരുന്നുവെന്നും അയൽവാസി പറഞ്ഞു. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്തതിന്റെ മഹസർ സാക്ഷിയാണ് വിക്രമൻ നായർ. മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പ്രസ്താവന പിൻവലിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ നിർവാചം ഖേദം പ്രകടിപ്പിച്ചിരിക്കുന്നത്. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നും സജി ചെറിയാൻ വ്യക്തമാക്കി. പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദമേറിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ ഖേദപ്രകടനം. വടകര MP ഷാഫി പറമ്പിലിന് അറസ്റ്റ് വാറണ്ട്. പാലക്കാട് ദേശീയപാത ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് നടപടി. പാലക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 1 ഷാഫിയെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ഉത്തരവിട്ടത്. 2022 ജൂൺ 24 പാലക്കാട് കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ MP ഓഫീസ് SFI പ്രവർത്തകർ തല്ലിത്തകർത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു 2022 ജൂൺ 24 പാലക്കാട് MLA ആയിരുന്ന ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചത്. 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചന്ദ്രനഗർ ചെമ്പലോട് പാലത്തിന് സമീപമാണ് ദേശീയപാത ഉപരോധിച്ചത്. കോഴിക്കോട് ലൈംഗിക അതിക്രമ അധിക്ഷേപത്തെ തുടർന്ന് ജീവനൊടുക്കിയ ദീപകിന്റെ കുടുംബത്തിന് പിന്തുണയുമായി മെൻസ് അസോസിയേഷൻ. കുടുംബത്തിന് വിവിധ സംഘടനകളിൽ നിന്ന് സമാഹരിച്ച 3.70 ലക്ഷം രൂപ നൽകി. ദീപകിന്റെ ഓർമ്മയ്ക്ക് ജനുവരി 17 പുരുഷ അവകാശ ദിനമായി ആചരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞു. രാഹുൽ ദീപകിന്റെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളെ കാണുകയും ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് തത്സമയ ലൈസൻസ് ലഭിക്കുന്ന സംവിധാനം നടപ്പാക്കാൻ മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റ് ഫലം തത്സമയ സാരഥി സോഫ്റ്റ്വെയർ ഉൾക്കൊള്ളിച്ച് ലൈസൻസ് നൽകുന്ന വിധത്തിലുള്ള ക്രമീകരണമാണ് നടപ്പാക്കുന്നത്. പുതിയ സംവിധാനം ഉടൻ നടപ്പാക്കുമെന്നാണ് വിവരം. ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക്
294 ലാപ്ടോപ്പുകൾ വാങ്ങാൻ 1.5 കോടി രൂപ അനുവദിച്ചു.